ഹായ് ഹലോ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സബ്ജക്റ്റ് നമ്മളൊരു 50+ കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കേണ്ട 5 ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കുക്കും മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു 50+ കഴിഞ്ഞാൽ നമ്മൾ പുറമേ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മളെപ്പോഴും സ്കിന്നിൻ്റെ കാര്യത്തെക്കുറിച്ചും എക്സസൈസ്, മസാജ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഫേസ് പാക്കുകൾ എല്ലാം നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിനെപ്പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്മൾ ഒരു 50+ കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലോട്ട് കഴിക്കേണ്ട കുറേ വിറ്റാമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ് സാധനങ്ങളുണ്ട്. അതിൽ നിർബന്ധമായിട്ടും കഴിക്കേണ്ട 5 ഫുഡുകളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിൽ ആദ്യത്തേതാണ് ഫ്ലാക്സ് സീഡ്. ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞാൽ omega-3 ധാരാളം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് അതിന് കഴിയും. പിന്നെ നമ്മുടെ ഹോർമോണിനെ ഒന്ന് ബാലൻസ് ചെയ്യാനും അതിന് സാധിക്കുന്നു. ഈ ഫ്ലാക്സ് സീഡ് ഒരു പൗഡർ ഫോമിലാക്കിയിട്ട് അത് തൈരിലോ ജ്യൂസിലോ ആക്കി ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. സെക്കൻഡ് വണ് പംകിൻ സീഡാണ്. പംകിൻ സീഡിനും ധാരാളം മഗ്നീഷ്യവും അയണും സിങ്കും ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇത് നമ്മൾ കഴിക്കുന്നതിന് കൂടെ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടാനായിട്ടും നമ്മുടെ ജോയിൻസിൻ്റെയൊക്കെ പെയിൻ കുറയാനും പിന്നെ ബ്ലഡ് പ്രഷറിൻ്റെ ലെവലൊന്ന് മാനേജ് ചെയ്യാനും നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ പംകിൻ സീഡിന് കഴിയും. തേർഡ് വണ്ണാണ് നമ്മൾ സോക്ക് ചെയ്ത ആൽമണ്ട്. മനസ്സിലായോ? സോക്ക് ചെയ്ത ആൽമണ്ട് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ്. സ്കിന്നിനൊരു ലൈറ്റനിങ്ങും ബ്രൈറ്റനിങ്ങും കൊടുക്കുന്നതിനുപരി അതിൻ്റെ അകത്ത് ഈ ആൽമണ്ടിൻ്റെ അകത്ത് വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. നമുക്കെപ്പോഴും നമ്മുടെ ഒരു സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ആൽമണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട്. ആൽമണ്ട് സോക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു 50+ കഴിഞ്ഞവർക്ക് ഒരുപാട് കഴിക്കണ്ട, ദിവസം ഒരു 6 എണ്ണം വെച്ച് കഴിച്ചാൽ മതി. ധാരാളം കഴിക്കണമെന്ന് ഇല്ല. നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റനാക്കാനും അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കൊരു എനർജറ്റിക് നമ്മൾ മൊത്തത്തിൽ നമ്മളൊരു ബോഡി എനർജറ്റിക് ആയിട്ടിരിക്കാൻ ആൽമണ്ട് ഏറ്റവും ബെസ്റ്റാണ്. വാൾനട്ട് നമ്മുടെ ഒരു ഹെൽത്തി ലൈഫിന് ഏറ്റവും നമ്പർ 1 ആണ്. നമ്മുടെ ഡയബറ്റീസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വാൾനട്ടിന് കഴിയും. പിന്നെ നമുക്ക് ഗട്ട് സംബന്ധമായ എന്തുണ്ടെങ്കിലും നമുക്ക് വാൾനട്ട് കഴിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. അതും നമ്മുടെ ഒരു 50+ കഴിഞ്ഞവർക്ക് ദിവസം ഒരു 4 അല്ലെങ്കിൽ 4 എണ്ണം വെച്ച് കഴിക്കാം. അതിൽ കൂടുതൽ ഒന്നും ഒരുപാട് അങ്ങോട്ട് ഇത് കഴിച്ചു, ഇവർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, അവർ പറഞ്ഞു, യൂട്യൂബിൽ കണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് കഴിക്കേണ്ട. അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഒരു 4 പീസ് വാൾനട്ട് ഒരു ദിവസം ഒരു 50+ കഴിഞ്ഞവർക്ക് കഴിക്കാം, ധൈര്യമായിട്ട് കഴിക്കാം. ഇനി 5 സിസമൻ സീഡ്, അതായത് വെളുത്ത എള്ള്. നമുക്ക് കൊളാജിൻ പ്രൊഡക്ഷൻ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനും ഏറ്റവും ബെസ്റ്റാണ് ഈ വെളുത്ത എള്ള്. അപ്പോൾ ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, ആൽമണ്ട്, വാൾനട്ട്, സിസമൻ സീഡ്, അതായത് വെളുത്ത എള്ള്. ഇതിൻ്റെ ഉപയോഗം നമുക്ക് നമ്മുടെ ഒരു ഏജ് ആകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കുറവെന്ന് നമുക്ക് ഫില്ല് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെങ്കിൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് ആവശ്യമായ ഇതിൻ്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഈ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഈ 5 സാധനവും നമുക്ക് വേണ്ടാത്ത ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതലായിട്ട് കഴിക്കാൻ ഒത്തിരി കൊഴുപ്പുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പറ്റത്തില്ല. മട്ടൻ, ബീഫ്, ഇതൊക്കെ മാസത്തിൽ 1 or 2 പ്രാവശ്യം ആക്കിയിട്ട് നമ്മൾ ഇപ്പം ഈ പറഞ്ഞ സാധനങ്ങൾക്ക് നമുക്ക് അത്യാവശ്യമുള്ള ആഹാരം, നമുക്ക് കഴിക്കേണ്ട ആഹാരങ്ങൾക്ക് കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ പുറമേയും കൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ സ്കിന്നും ആരോഗ്യവും നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും. ഓക്കെ, ഞാനിന്ന് ഇവിടെ പറഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ
നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.